അങ്ങനെ ഇറാനിലെ 1.5 മില്യൺ സുന്നി ആളുകൾ അഥവാ 15 ലക്ഷം വരുന്ന സുന്നി പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും വാളിരയാക്കി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ പൊളിക്കണമെന്നും അങ്ങനെ മക്ബറ പൊളിച്ചുകൊണ്ട് എല്ലുകൾ കത്തിച്ച് അത് ചാരമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് വിതരണമെന്നും അവിടെ ആ ഒരു ഖബർ പോലും ഉണ്ടാവരുത് എന്ന് ഈ സഫവികളുടെ ഭരണാധികാരികൾ വാദിച്ചു. തിബിരീസ് എന്ന പട്ടണത്തിൽ മാത്രം 20,000-ഓളം സുന്നി മുസ്ലിങ്ങളെ വധിച്ചു. ജൂതൻ മസ്ജിദുൽ അഖ്സയിൽ നരനായാട്ട് നടത്തിയാൽ പോലും ഷിയാക്കൾ ഒരിക്കലും രംഗത്ത് വരരുത്. ചീത്ത വിളിക്കുമ്പോൾ അവർ ഇസ്ലാമിന്റെ പുറത്ത് പോകില്ലെന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറില്ല. അതിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ടെഹ്റാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ 70 ലക്ഷം ആളുകളാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അതോടുകൂടെയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു പട്ടികയിലേക്ക് ഇറാൻ വരുന്നത്. അതുവരെ ഇറാൻ അതെ അവർ സുഹൃത്തുക്കളായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും 300 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാന് തൊടുത്തുവിട്ടത്. തിരിച്ച് ഇറാനിലെ ഇസ്ഫഹാനിലേക്കും ഇസ്രായേൽ മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യ തന്നെ രക്തരൂക്ഷിതമായ കലാപാന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിൽ ചിലരുടെ വീഡിയോയും കമൻറ്റുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്നത് ഇറാനികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഷിയാക്കളാണ്. ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു വീണാലും കത്തിച്ചാമ്പലായാലും ഒരു നിലക്കും ഷിയാക്കൾ രക്ഷപ്പെടരുത്. ഷിയാക്കളിലൂടെ ഒരിക്കലും ഫലസ്തീന് ഗസയിലേക്ക് സപ്പോർട്ട് സഹായം ലഭിക്കേണ്ട ആവശ്യമില്ല. ഖുദ്സ് കീഴടക്കാൻ ഷിയാക്കളുടെ സഹായം നമുക്ക് വേണ്ട. ജൂതൻ വിജയിച്ചാലും ഷിയാക്കൾ ഒരു നിലക്കും രക്ഷപ്പെടരുത് എന്നാണ് ചിലരുടെ വാദം. ഞാൻ മനസ്സിലാക്കുന്നത് ഹമാസ് ഒരു സുന്നി മൂവ്മെന്റ് ആണ്. എന്നിട്ടും ഹമാസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനികൾ ഷിയാക്കളാണ്, യമനിലെ ഹൂത്തികൾ ഷിയാക്കളാണ്, ലബനാനിലെ ഹിസ്ബുള്ള ഷിയാക്കളാണ്, ഡമാസ്കസിലെ സിറിയൻ മൂവ്മെന്റുകളൊക്കെ അവരൊക്കെ ഷിയാക്കളാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളിൽ നിന്ന് അവർ പറയുന്നത് കാര്യമായ സഹായം ലഭിക്കുന്നില്ല എന്നാണ്. ഏതായാലും ഈ അവസരത്തിൽ അയൽ രാജ്യങ്ങളൊക്കെ അറബ് സുന്നി രാഷ്ട്രങ്ങളാവുമ്പോൾ ഇറാൻ മാത്രം എന്തുകൊണ്ട് ഷിയ രാജ്യമായി? ഒന്ന് വിശദീകരിക്കാമോ? അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ച് യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അൽബേനിയയിലെ വെസ്റ്റേൺ ബാൾക്കൺ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടെ പഠിക്കാവുന്നതാണ്. അതായത് ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ്, അബ്രോഡ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. അവരായിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സാബിയുടെ ചോദ്യത്തിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങി നിൽക്കുന്നു. ഇതിലേറ്റവും അവസാനം പ്രതിപാദിച്ച ഇറാൻ എങ്ങനെ ഒരു ഷീഈ രാഷ്ട്രമായി എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നത് 1979 രൂപവൽക്കരിക്കപ്പെടുന്നത്, ഖുമൈനിയുടെ ഇസ്ലാമിക് റവല്യൂഷനോടുകൂടെ. അതിനു മുമ്പ് ഷാ പഹ്ലവിയുടെ ഭരണകൂടമാണ് ഇറാനിൽ നിലനിന്നിരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് AD 1501 വരെ 90:10 എന്ന നിലക്ക് നിലനിന്ന രാജ്യമാണ്. അഥവാ 90% സുന്നികളും കേവലം 10% മാത്രം ഷിയാക്കളും അധിവസിച്ച ഒരു രാജ്യം ഇന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലേക്ക് വരുമ്പോൾ അത് 90:10 അഥവാ 90% ഷിയാക്കളും 10% സുന്നികളും മാത്രം അധിവസിക്കുന്ന ഒരു രാജ്യമായി എങ്ങനെ മാറി എന്ന് ശരിക്കൊരു പഠന വിധേയമാക്കേണ്ടത്. അതായത് 8 നൂറ്റാണ്ട് കാലം സുന്നികൾ ഭരിച്ച രാജ്യമാണ്. എത്രത്തോളം നമുക്കറിയാം, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജൈലാനി തങ്ങൾ, അദ്ദേഹം ഇറാനിലെ ജൈലാനിലാണ് ജനിക്കുന്നത്. അതുപോലെ മഹാനായ ഖാജ മുഈനുദ്ദീൻ ഉപ്പാപ്പ, സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ, അജ്മീർ ഉപ്പാപ്പ എന്ന പേരിൽ കൊണ്ടുവന്ന മഹാനായ ഷെയ്ഖ് ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തിയുൽ അജ്മീരി, അദ്ദേഹം സെഞ്ചരിയാണ്, അഥവാ ഇറാനിലെ സെഞ്ചർ എന്ന ദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഖതീബു തിബരീസി, സഅദുദ്ദീൻ ഷിറാസി അടക്കം ഒരുപാട് സുന്നി പണ്ഡിതന്മാരെ, വിശേഷിച്ചും ഷാഫിഈ സൂഫി പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് ഇറാൻ. ഈ ഇറാൻ 1501 മുതൽ 90% ഷിയാക്കളും 10% മാത്രം സുന്നി ന്യൂനപക്ഷവുമായി മാറിയത് എങ്ങനെയാണെന്നാണ് ആദ്യം നാം പഠിക്കേണ്ടത്. അബ്ബാസി ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരിയായ അൽ മുഅ്തസിം ബില്ലയെ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ വന്ന മംഗോളിയൻ പട ആക്രമിച്ചു. ആദ്യം അവർ ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്രീകൃതമായിരുന്ന ഖവാരിസ്മി ഭരണകൂടത്തെ പിടികൂടി.
അങ്ങനെ ചെങ്കിസ് ഖാൻ്റെ പട ഇസ്ലാമിക ലോകത്ത് നടമാടുകയും നിരവധി നരമേധങ്ങളിലൂടെ അവർ അവസാനം ബാഗ്ദാദിലേക്ക്, സുന്ദരമായ ബാഗ്ദാദ്, തൂങ്ങുന്ന പൂന്തോട്ടമുള്ള ബാഗ്ദാദ്, അതുപോലെ ലൈബ്രറികളും വൈജ്ഞാനിക കേന്ദ്രവുമൊക്കെമായി പരിലസിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുവർണാധ്യായങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരു രാജ്യത്തെ നാമാവശേഷമാക്കി ആര്? ചെങ്കിസ് ഖാൻ്റെ പട. വിശേഷിച്ചും അവൻ്റെ പേരമകനായ ഹോലാക്ക അവസാന രാജാവായ മുഅ്തസിം ബില്ലയെ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ട് പട്ടിണിക്കിട്ട് കൊന്നു. ഇങ്ങനെ അവസാന ഭരണാധികാരിയെയും നശിപ്പിച്ചതോടുകൂടെ മുസ്ലിം ലോകത്ത് ഒരു ഭീതിജനകമായ അന്തരീക്ഷം നിലനിന്നു. അതോടെ സൂഫിസം തഴച്ചു വളരാൻ തുടങ്ങി. സൂഫിസത്തിലൂടെ ഖാൻഗാഹുകളും അതുപോലെ ദർവേഷുകളും സൂഫി സാവിയകളുമൊക്കെ അധികരിച്ചു വരാൻ തുടങ്ങി. അക്കാലഘട്ടത്തിൽ അഷേഖ് സാഹിദ് അൽ ജീലാനി, ജൈലാൻ നമുക്കറിയാമല്ലോ, അബ്ദുൽ ഖാദർ അൽ ജീലാനി തങ്ങൾ ജനിച്ച അതേ ജൈലാനുകാരനായ ഷെയ്ഖ് സാഹിദ് എന്ന ഒരു വലിയ ഷെയ്ഖ്, ഷാഫിഈ മദ്ഹബിൽ അവഗാഹമുള്ള ഒരു സൂഫി വര്യനായിരുന്നു. അദ്ദേഹം രംഗത്ത് വരികയും സുഹ്ദിയ എന്ന പേരിൽ ഒരു തരീഖത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ഈ തരീഖത്ത് സമ്പൂർണമായും പ്രപഞ്ചത്യാഗത്തിലേക്ക് ക്ഷണിക്കുകയും ആളുകളെ രാഷ്ട്രീയമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്ന സൊഫിയുദ്ദീൻ അൽ ഇർദബീലി, ഇദ്ദേഹമാണ് ഈ അൽ ഇർദബീലി അദ്ദേഹം അസർബൈജാനുകാരനാണ്. ഈ അസർബൈജാനുകാരനായ ഷാഫിഈ പണ്ഡിതൻ ഈ ഷെയ്ഖ് ജീലാനിയുടെ, സാഹിദ് അൽ ജീലാനിയുടെ മകൾ ബീബി ഫാത്തിമയെ കല്യാണം കഴിച്ചു. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സുഹ്ദിയ തരീഖത്തിൽ നിന്നും മാറി സഫവി തരീഖത്ത് എന്ന പേരിൽ ഈ തരീഖത്ത് അറിയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ തരീഖു സഫവിയിലൂടെ വളർന്ന സദറുദ്ദീൻ മൂസ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ, ഇദ്ദേഹമാണ് ഒരു ഷിഈ മൂവ്മെൻറ്റിലേക്ക് അഥവാ അഹ്ലുബൈത്തിനെ അമിതമായി സ്നേഹിക്കണമെന്ന് പറയുകയും അതിൽ ഒലിവ് വരുന്നത് പോലും കുഴപ്പമില്ല എന്ന് വാദിക്കുകയും 3 ഖലീഫമാരെ അല്പാൽപമായി ആക്ഷേപിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ആക്ഷേപത്തിൻ്റെ ശരവർഷങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ജുനൈദ്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതൊരു മിലിറ്റന്റ് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സഫവി തരീഖത്ത് തഴച്ചു വളർന്നു. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ മകനായ സദറുദ്ദീൻ മൂസ വന്നതോടുകൂടെ തന്നെ തൈമൂർ ലിങ്കിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. അഥവാ തൈമൂർ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഒക്കെ കേന്ദ്രീകൃതമായി ഭരിക്കുന്ന വിഭാഗത്തിൻ്റെ ഭരണപരമായ സഹായം ആർക്ക് ലഭിച്ചു? ഈ സഫവി തരീഖത്തിലെ ഷെയ്ഖുമാർക്ക് ലഭിച്ചു തുടങ്ങി. അതോടുകൂടെ വഖഫ് സ്വത്തുകൾ അധികരിക്കുകയും ധാരാളം സമ്പത്ത് കയ്യിലാക്കുകയും ചെയ്തു. അങ്ങനെ സദറുദ്ദീൻ മൂസയുടെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം ജുനൈദ് എന്ന അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്ത് വരുന്നു, ഖ്വാജ അലി എന്ന മറ്റൊരു മകൻ. അങ്ങനെ ഇവരൊക്കെ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവസാനം ഖ്വാജ അലിയുടെ മകൻ ഹൈദർ അലി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഷീഈ രംഗത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അഥവാ സഫവി തരീഖത്തിൻ്റെ സ്ഥാപകനായ ഷെയ്ഖ് സഫിയുദ്ദീൻ അൽ അർദിബീലിയുടെ 5ാമത്തെ പേരമകനായ ഇസ്മായിൽ ഷാ, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതൊരു മിലിറ്റൻ്റ് ആക്ഷനോട് കൂടെ തിബിരീസ് എന്ന പട്ടണത്തിലേക്ക് ചെന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ആദ്യമായി തൻ്റെ ഔദ്യോഗിക മദ്ഹബ് അത് ഷിഈസമാണെന്നും ഇതാരെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർ എൻ്റെ വാളിന് വിധേയമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ഇസ്മായിൽ ഷാ അവരാണ് ആദ്യമായി ഇറാൻ എന്ന രാജ്യത്തെ ഒരു ഷിഈ ഭരണകൂടമായി മറിക്കുന്നത്. അതിനു മുമ്പുള്ള താങ്കൾ സൂചിപ്പിച്ച പോലെ, സാബിത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ 800 വർഷക്കാലത്തെ നീണ്ട ചരിത്രത്തിനിടയിൽ ഒരു ചെറിയ അങ്കുലി പരിമിതമായ ഒരു കാലഘട്ടം ഒഴിച്ചാൽ ഒരിക്കൽ പോലും അവിടെ ഷിഈസം ഉണ്ടായിരുന്നില്ല. നിബിതങ്ങളുടെ കാലം മുതൽ 800 വർഷത്തോളം. അതിൻ്റെ ഇടയ്ക്ക് 1355 വധിക്കപ്പെട്ട ഈലി ഖാൻ ഭരണകൂടത്തിൽപ്പെട്ട ഒരു ഖുദാവന്ത, മുഹമ്മദ് ഖുദാവന്ത എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഷിഈസത്തിലേക്കൊന്ന് മെല്ലെ മറിഞ്ഞിരുന്നു. അഥവാ അദ്ദേഹം തൻ്റെ ഭാര്യയുമായി പിണങ്ങി. അങ്ങനെ ഒരേ സമയത്ത് തന്നെ മുത്തലാഖ് നടത്തി. അഥവാ ഒരേ സമയം തന്നെ 3 തലാഖും തൻ്റെ ഭാര്യയെ ചൊല്ലുകയും മൊഴി ചൊല്ലുകയും ചെയ്തു. അതോടുകൂടെ ഈ ഭാര്യയെ തിരിച്ചെടുക്കണമെന്ന് പിന്നീട് ആഗ്രഹിച്ചപ്പോൾ ഹനഫി പണ്ഡിതന്മാരെ, ഷാഫിഈ പണ്ഡിതന്മാരെ, മാലിക്കി പണ്ഡിതന്മാരെ, ഹംബലി പണ്ഡിതന്മാരെ, അക്കാലഘട്ടത്തിൽ ജീവിച്ച പ്രഗത്ഭരെ മുഴുവനും തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട്
ചൊല്ലിക്കൊണ്ട് ഫത്വ ചോദിച്ചു. ഒരാളും ഒരു പഴുതും കൊടുത്തില്ല. മുത്തലാഖ് നടത്തിയാൽ യാതൊരു നിലക്കും ചടങ്ങ് നിൽക്കാതെ തൻ്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന ഫത്വ കൊടുത്തപ്പോൾ ആ സമയത്ത് തന്നെ സഹായിക്കാൻ ഹില്ല് എന്ന ദേശത്ത് ജീവിച്ച അഷേഖ് അൽ മുതഹർ ബിൻ യൂസുഫ് അൽ ഹില്ലി എന്ന ഒരു പണ്ഡിതനോട് ഫത്വ ചോദിക്കാൻ തീരുമാനിച്ചു. ആര്? ഈ ഖുദാവന്ത, മുഹമ്മദ് ഖുദാവന്ത. അങ്ങനെ ആ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ ഈ ഷെയ്ഖ് ഹില്ലി, അദ്ദേഹം ഹില്ലിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഫത്വ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഫത്വ മുഖാന്തരം ഇദ്ദേഹം ഷിയയായി മാറി. കാരണം അദ്ദേഹം ജഅഫരി മദ്ഹബുകാരാണ്. ജഅഫർ സാദിഖിലേക്ക് ചേർക്കപ്പെട്ട ഷിയാക്കളിലെ ഒരു ധാരയായ അവരുടെ 12 ഇമാമുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇമാമായ ജഅഫർ സാദിഖ്, അദ്ദേഹത്തിൻ്റെ മദ്ഹബ് പിന്തുടരുന്ന ഇദ്ദേഹം മുത്തലാഖ് ചൊല്ലിയാലും അത് തിരിച്ചെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്ന ഫത്വ കൊടുത്തു. ഈ ഫത്വ മുഹമ്മദ് ഖുദാവന്തയെ സ്വാധീനിക്കുകയും അദ്ദേഹം ഷീഇ ഭരണകൂടമായി തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മദ്ഹബ് ഷീഇസമാണെന്നും അതുപോലെ തൻ്റെ കൂട്ടുകാർ മുഴുവനും ഷീഇ ആകണമെന്നും നിർബന്ധിച്ചു. പക്ഷേ അദ്ദേഹം 1355 കൊല്ലപ്പെടുകയും അതോടുകൂടെ പിന്നീട് വീണ്ടും സുന്നി രാഷ്ട്രമായി തുടരുകയും ചെയ്തു. അങ്ങനെയാണ് അതൊരു ചെറിയ ഒരു അങ്കുലി പരിമിതമായ വർഷങ്ങൾ വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മദ്ഹബായി ഷിയഇസം പ്രഖ്യാപിച്ചു. അങ്ങനെ കേവലം 4 പട്ടണങ്ങളിൽ മാത്രമാണ് ഷിയഇസം നിലനിന്നിരുന്നത്. അഥവാ ഖുറാസാന്, കുമ്മ്, ഖസ്വീൻ, ഹുറാത്ത് എന്ന 4 പട്ടണങ്ങളിൽ മാത്രമാണ് ഇന്നത്തെ ഇറാനിൽ അന്ന് ഷിയാക്കൾ ഉണ്ടായിരുന്നത്. അഥവാ ആകെ ജനസംഖ്യയുടെ 10% മാത്രം. ഈ വിഭാഗത്തെ ഒരു മിലിറ്റൻ്റ് ആക്ഷനിലൂടെ ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഷെയ്ഖ് സഫിയുദ്ദീൻ അൽ ഇർദിബീലിയുടെ 5ാമത്തെ പേരമകൻ അദ്ദേഹം ആദ്യം ചെയ്തത് ഖുസ്ലബാഷ് എന്ന പേരിൽ ഒരു സൈന്യം രൂപീകരിച്ചു. ഖുസ്ലബാസ് എന്ന് പറഞ്ഞ ചുവപ്പ് തലപ്പാവാണ്. ചുവപ്പ് തലപ്പാവിൽ 12 മൂലകൾ ഉണ്ടാക്കി. തലകെട്ട് കെട്ടുമ്പോൾ മൂലകൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ 12 മൂലകൾ. ഈ 12 മൂലകൾ 12 ഇസ്നാ അശരികളിൽപ്പെട്ട 12 ഇമാമിയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിഹ്നമായിരുന്നു. അങ്ങനെ ഈ ചുവപ്പ് തലപ്പാവുധാരികളെ ഒരു മിലിറ്റൻ്റ് ആക്ഷനാക്കി രൂപീകരിക്കുകയും കൃത്യമായി പരിശീലിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ഷെയ്ഖ് ജുനൈദും അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹൈദറും അദ്ദേഹത്തിൻ്റെ പിതാവ് ഖാജ അലിയും അദ്ദേഹത്തിൻ്റെ പിതാവ് സദ്രുദ്ദീൻ മൂസയുമൊക്കെ ചെയ്ത ആ പാരമ്പര്യം സഫവി തരീഖത്ത് എന്ന ഓമന പേരിൽ സുന്നി പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് പോലും സഹായം സ്വീകരിച്ചുകൊണ്ട് ഒരു സഫവി മൂവ്മെന്റ് സൃഷ്ടിക്കുകയായിരുന്നു ഇവർ. അങ്ങനെ ഈ ഖുസ്ലബാഷ് എന്ന ഈ ചുവന്ന പട്ടാളം പള്ളികളിൽ കയറി ആക്രമിക്കാൻ തുടങ്ങി. ആദ്യമായി ഇസ്മായിൽ ഷായുടെ നേതൃത്വത്തിൽ തിബ്രീസ് എന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾ അല്ലെങ്കിൽ ഒട്ടുമുക്കാലും സുന്നികളായി താമസിക്കുന്ന ഒരു സ്ഥലത്തെ പ്രധാന പള്ളിയിൽ ചെന്നുകൊണ്ട് അവിടെ ഖുത്ബ നടത്തി ഇസ്മായിൽ ഷാ. അദ്ദേഹം ആ ഖുത്ബയിൽ പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മദ്ഹബ് അത് ഷിയഇസമാണ്. അതോടെ പള്ളിയിൽ അടിപിടിയായി. പള്ളിയിൽ പകുതി വിഭാഗം ഇവർക്ക് അനുകൂലിച്ചു. പക്ഷേ ആദ്യമേ ഈ പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടറിഞ്ഞ ഇസ്മായിൽ ഷാ ഖുസ്ലബാഷികളെ പല ഭാഗത്തും നിർത്തിയിരുന്നു. അങ്ങനെ ഈ ചുവപ്പ് പട്ടാളം പള്ളിയിൽ കയറിക്കൊണ്ട് നരമേധം നടത്താൻ തുടങ്ങി. എത്രത്തോളം? തിബ്രീസ് എന്ന പട്ടണത്തിൽ മാത്രം 20,000-ഓളം സുന്നി മുസ്ലിങ്ങളെ വധിച്ചു. അങ്ങനെ അതിനുശേഷം മെല്ലെ മെല്ലെ ഈ രാജ്യം ഷിയഇസമായി മാറുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഓരോരുത്തരായി വരികയും അങ്ങനെ ഇറാനിലെ 1.5 മില്യൺ സുന്നി ആളുകളെ, 1.5 മില്യൺ അഥവാ 15 ലക്ഷം വരുന്ന സുന്നി പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും വാളിനിരയാക്കി. അതെ 15 ലക്ഷത്തോളം ആളുകളെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലായി വധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നിരിക്കൽ നിങ്ങൾക്ക് ഷിയഈ മദ്ഹബിലേക്ക് വരാം, അല്ലെങ്കിൽ എൻ്റെ വാളിനിരയാവാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നാട് വിട്ടു, രാജ്യം വിട്ടു. പല ഭാഗത്തും ഇറാഖിലേക്ക് കുടിയേറി പാർത്തു. മറ്റു ചില ആളുകൾ അവർ മക്കയിലേക്കും തുർക്കിയിലേക്കും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കും അസർബൈജാനിലേക്കുമൊക്കെ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു. സഫിയുദ്ദീൻ അൽ അർദബീലി എവിടുത്തുകാരനായിരുന്നു? അസർബൈജാനുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും ഇല്ലാത്ത ക്രൂരമായ അക്രമമാണ് ഇസ്മായിൽ ഷാ എന്ന അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പേരമകൻ ചെയ്തത്. ഏകദേശം മംഗോളിയക്കാരുടെ അക്രമം അത് ലോകവ്യാപകമാണ്.
വിപ്ലവമാണ്. പക്ഷേ ഇവർ ചെയ്തത് ഈ ഒരു പ്രദേശം ഇറാൻ എന്ന ഈ ബൗണ്ടറിക്കുള്ളിൽ, ഇറാന്റെ ബൗണ്ടറി നമുക്കറിയാമല്ലോ, ഒരു ഭാഗത്ത് കാസ്പിയൻ ഉൾക്കടൽ അഥവാ തെക്ക് വശത്ത് കാസ്പിയൻ ഉൾക്കടൽ, വടക്ക് വശത്ത് പേർഷ്യൻ ഉൾക്കടൽ, അതുപോലെ ഒരു ഭാഗത്ത് അസർബൈജാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ തുടങ്ങി ഈ രാഷ്ട്രങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഈ ഒരു രാജ്യത്തിനിടക്ക് മാത്രമാണ് ഈ 1.5 ലക്ഷത്തോളം ആളുകളെ 15 ലക്ഷം അതോ 15 ലക്ഷത്തോളം വരുന്ന ആളുകളെ വകവരുത്തിക്കൊണ്ട് ഒരു സഫവി വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഈ സഫവി വിപ്ലവത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു ഷീഈ രാജ്യമാക്കി മാറ്റുന്നത്. 1500-കളിൽ ഇറാനിൽ നമുക്കറിയാം അവർക്ക് ഒരു അന്നത്തെ ഒരു പ്രാദേശികമായ വിചാരം, അറബികളോട് ഒരു പ്രാദേശികമായ വെറുപ്പ് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി അവർക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഇറാൻ. അവരുടെ പ്രധാനപ്പെട്ട ഷിയാക്കളുടെ പ്രധാനപ്പെട്ട കെർബലയാവട്ടെ, നജിഫാവട്ടെ, കാലിമയാവട്ടെ, അവരുടെ കൂഫയാവട്ടെ, സാമിറയാവട്ടെ, ഇത് മുഴുവനുമുള്ളത് എവിടെയാണ്? ഇറാഖിലാണ്. എന്നാൽ ഇറാനിൽ അവർക്ക് ഉള്ളത് അവരുടെ മഷ്ഹദും കുമ്മ് നഗരവുമാണ്. ഈ 2 പ്രദേശത്തുമുള്ള സിയാറത്ത് കേന്ദ്രമല്ലാതെ പ്രത്യേകമായ ഒരു ദീനി സിയാറത്തുകളൊന്നും ഇല്ല. അങ്ങനെ ഈ ഇസ്മായിൽ ഷാ അധികാരത്തിൽ വന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോകുന്നതിനേക്കാളും നല്ലത് കർബലയിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. മാത്രമല്ല സൂഫികളുടെ മസാറുകൾ സിയാറത്ത് ചെയ്ത ഷാഫിഈ പണ്ഡിതന്മാരായിരുന്നു അവിടെ ആധിപത്യം ചെലുത്തിയിരുന്നത്. നമ്മുടെ കേരളയെ പോലെ മദ്ഹബ് ഷാഫിഈ ആയിരുന്നു, അഖീദ അശ്അരിയായിരുന്നു. ഒട്ടുമിക്കാലും ഹനഫി മദ്ഹബുകാർ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഹനഫി മദ്ഹബുകാരും ഷാഫിഈ മദ്ഹബുകാരും ബഹുഭൂരിപക്ഷം ഷാഫിഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ സൂഫികളുടെ മസാറുകളിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ അബ്ദുൽ ഖാദറുൽ ജൈലാനിയുടെ മക്കാമിലേക്കോ അബൂ ഹനീഫത്തുൽ കൂഫിയുടെ മക്കാമിലേക്കോ സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്ക് എത്രത്തോളം അറിയാം, മഹാനായ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ പൊളിക്കണമെന്നും അങ്ങനെ മക്ബറ പൊളിച്ചുകൊണ്ട് എല്ലുകൾ കത്തിച്ച് അത് ചാരമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് വിതരണമെന്നും അവിടെ ആ ഒരു ഖബർ പോലും ഉണ്ടാവരുത് എന്ന് ഈ സഫവികളുടെ ഭരണാധികാരികൾ വാദിച്ചു. ഇവരുടെ ഓരോ പിന്മുറക്കാരും അക്രമത്തിൻ്റെയും നരനായാട്ടുകളുടെയും അതുപോലെ തന്നെ ക്രൂരതയുടെ പര്യായമായി വർത്തിക്കുകയാണ് ചെയ്തത്. ഓരോ ഷാഹ് ഭരണകൂടവും മാറി മാറി വരികയും ഇവർ മുഴുവനും ഈ ഷീഇസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇസ്മായിൽ ഷാ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിനറിയാം കേവലം ഒരു മിലിറ്റൻ്റ് അറ്റാക്ക് കൊണ്ട് മാത്രം ഈ സമൂഹത്തെ ഈ മദ്ഹബിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് അലി അൽ കർക്കി എന്ന ലുബനാനിലെ ജബൽ ആലം എന്ന ഒരു പർവ്വതം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയിൽ നിന്നും ഈ പണ്ഡിതനെ കൊണ്ടുവന്നു. അങ്ങനെ ഇറാൻ്റെ തെരുവോരങ്ങളിൽ സൂഫി ഖാൻഗാഹുകളും ദർവേഷുകളുമൊക്കെ മാറ്റിക്കൊണ്ട് അത് ഷീഇസത്തിൻ്റെ പ്രചരണത്തിനും ഷീഇ പണ്ഡിതന്മാരുടെ പ്രബോധന മേഖലയുമാക്കി മാറ്റി. ബഹ്റൈനിൽ നിന്നും അതുപോലെ തന്നെ ഇതര രാജ്യത്തുമുള്ള ഷീഇ പണ്ഡിതന്മാരെ ഇദ്ദേഹം ഇറാനിലേക്ക് കൊണ്ടുവരുന്നു. ഇറാഖിൽ, സിറിയയിൽ, കിഴക്കൻ ജസീറത്തുൽ അറബിൻ്റെ ഭാഗത്തൊക്കെയുള്ള ആളുകൾ മുഴുവനും അങ്ങോട്ട് കൊണ്ടുവന്ന പണ്ഡിതന്മാരെ, ഷീഇ പണ്ഡിതന്മാരെ. അങ്ങനെ ഇറാനിൽ ഇവർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയും അലി അൽ കർക്കിയെ ഷെയ്ഖുൽ ഇസ്ലാമായി അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണപരമായ പ്രവർത്തനങ്ങളും മതപരമായ പ്രവർത്തനങ്ങളും അവർ ഈ സഫവി ഭരണകൂടം ഉണ്ടാക്കുന്നത്. സഫവി ഭരണകൂടത്തിനെതിരെ പലപ്പോഴും ഒട്ടോമൻ സാമ്രാജ്യക്കാർ പല പല സംഘർഷങ്ങളും നടത്തി, പല പല യുദ്ധങ്ങളും നടത്തി. പക്ഷേ ആ യുദ്ധങ്ങളിലൊക്കെ ആൾബലം ഉപയോഗിച്ചും അതുപോലെ തന്ത്രപരമായ ഇറാൻ്റെ ഒരു ഭൂമിശാസ്ത്രം നമുക്കറിയാമല്ലോ, പർവ്വതങ്ങളും ഗിരിനിരകളും മാമലകളും നിറഞ്ഞു നിൽക്കുന്ന, കൃഷി കൊണ്ട് സമ്പന്നമായ നട്സുകളെ കൊണ്ടും അതുപോലെ തന്നെ ഇറാനിലെ ജലവിതരണ രീതികൾ പോലും അത്ഭുതമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഭൂമിയെ കീറിമുറിച്ചുകൊണ്ട് ചാലുകളുണ്ടാക്കി അതുപോലെ ഇടുക്കുകളുണ്ടാക്കി അതിലൂടെ ആണികളിലൂടെ വെള്ളമൊഴുക്കുന്ന ജലവിതരണ രീതി ലോകം ഇപ്പോഴും അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ജലവിതരണ രീതിയാണ്. അപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കിടപ്പുകളൊക്കെ പലപ്പോഴും തുർക്കി എന്ന രാജ്യത്ത് ജീവിക്കുന്ന അങ്ങകലെയുള്ള ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവരോട് യുദ്ധം ചെയ്യാൻ ഒരു പ്രതിബിംബമായി അല്ലെങ്കിൽ ഒരു പ്രതിരോധം അവരുടെ ഭൂമിശാസ്ത്രം തന്നെ അവർക്ക് തീർത്തു കൊടുത്തു. ഇങ്ങനെ പല കാരണങ്ങളാലും ആ രാജ്യം കണ്ണടച്ചു.
ഒട്ടോമക്കാരെ കണ്ണടക്കേണ്ടി വന്നു. അവർ പലപ്പോഴും പല ഇതിനെതിരെ ഒരു പ്രതിധ്വനികൾ സൃഷ്ടിച്ചെങ്കിലും അവർക്കത് നിലനിർത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിൽ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അപ്പം ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഹദ്ദാദ് റാത്തീബിൽ യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ലാലിമീൻ, ഇവിടെ ലാലിമീൻ എന്ന ഈ ഒരു ലാലിമീൻ എന്ന ഗണത്തിൽ ഷീഈ അക്രമകാരികളെയാണ്, ഈ ഖുസ്ലഭാഷികളെ പോലുള്ള അക്രമകാരികളെയാണ് ഉൾക്കൊള്ളിച്ചത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന വസറഫല്ലാഹു ശർറൽ മുഅ്ദീൻ എന്ന ദിക്റിൽ മുഅ്ദീൻ എന്ന വിഭാഗത്തെ പരിഗണിക്കുന്നത് ഈ ഷിയാക്കളുടെ അക്രമമാണെന്ന് ഹദ്ദാദ് റാത്തീബിന്റെ ഒക്കെ കഥകൾ വായിക്കുമ്പോഴും ഒക്കെ ആയിട്ട് ഇവരെ വിശേഷിപ്പിച്ചത് മുഅ്ദീനുകളും ലാലിമികളും അഥവാ അക്രമകാരികളും ബുദ്ധിമുട്ടിക്കുന്നവരുമായി ഈ ഷിയാക്കളെ വിശേഷിപ്പിക്കുവാൻ കാരണം ഇത്തരം അക്രമങ്ങളാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗത്തും ഫിത്നകളുടെ വിത്തുകൾ പാകിക്കൊണ്ടാണ് ഈ സഫവി ഭരണകൂടം പിടിച്ചുന്നത്. 800-ലേറെ വർഷം സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്ര ബിന്ദുവായ രാജ്യത്തെ ഈ സഫവി വിപ്ലവത്തിലൂടെ ഇവർ മാറ്റിമറിക്കുകയും സൂഫി ഖാൻഗാഹുകളെ തകർക്കുകയും ചെയ്തു. അപ്പോഴാണ് പലരും താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ രണ്ടാമതൊരു കാര്യം, ഈ ഒരു വിരോധമൊക്കെ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുകയാണ് ഒരിക്കലും ഷിയാക്കളുടെ കൈകളിൽ അധികാരം കൈവരരുത്. എത്രത്തോളം ജൂതൻ മസ്ജിദുൽ അഖ്സയിൽ നരനായാട്ട് നടത്തിയാൽ പോലും ഷിയാക്കൾ ഒരിക്കലും രംഗത്ത് വരരുത് എന്ന് പറയാൻ കാരണം ഇത്തരം ചില ചിന്താഗതികളും ഈ ചരിത്രങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ പ്രവർത്തിച്ചെങ്കിലും ഷിയാക്കൾ ഇസ്ലാമിന് അനുകൂലമായി പ്രവർത്തിച്ചിട്ടില്ല എന്നൊന്നും നാം മനസ്സിലാക്കരുത്. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം തൊട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ചരിത്ര വിദ്യാർത്ഥികൾക്ക് അതറിയാം. ഒരാളിപ്പോൾ ചരിത്രം പഠിക്കണമെങ്കിൽ അവൻ ഇറാനിലേക്ക് പോകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രമാത്രം ചരിത്രങ്ങളുടെ കലവറയും ചരിത്രത്തിന്റെ കളിത്തൊട്ടിലുമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ പുരാതന കാലഘട്ടത്തിൽ തന്നെ ഖുർആനിൽ പോലും പേർഷ്യയും റോമിനെ പറ്റി പറഞ്ഞ ഭാഗമുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. അതിന്റെ മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഷിയാക്കളുടെ അതിക്രമങ്ങൾ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ ജൂതന്മാരുടെ കരങ്ങളിൽ മസ്ജിദുൽ അഖ്സ അകപ്പെട്ടാലും ഒരിക്കലും വരരുത്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊന്നും പറയാൻ പാടില്ല. കാരണം ലയൻസുറന്നല്ലാഹുൽ ഇസ്ലാമ ഫി ആഖിരി സമാനി വലൗ ബിസുൽത്താനിൻ ജാഇരിൻ, അക്രമിയായ ഒരു ഭരണാധികാരിയെ കൊണ്ടെങ്കിലും അള്ളാഹു ഇസ്ലാമിനെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലിമീൻ അസ്ലഹല്ലാഹു ഉമറുൽ മുസ്ലിം ശറഫല്ലാഹു ശർറൽ മുഅ്ദീൻ എന്നും അതുപോലെ ലാലിമീൻ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിച്ചെങ്കിലും ഈ ലാലിമായ ഭരണാധികാരികളെ കൊണ്ടും ചിലപ്പോഴെന്ത് ലഭിക്കും? ഇസ്ലാമിന് രക്ഷ ലഭിക്കും. അപ്പൊ ഇസ്ലാമിന്റെ പൊതുശത്രുവായ ജൂതനെതിരെ വരുന്നത് അത് ഇത്രയും വലിയ അക്രമങ്ങളുടെ ചരിത്രങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഷീഅ ആണെങ്കിൽ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് പൊതുശത്രുവിനെ പൊക്കിക്കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല. അത് തെറ്റായ കാഴ്ചപ്പാട് തന്നെയാണ്. അത് വിവരമില്ലാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് നമുക്ക് സാന്ദർഭികമായി മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് വിവരമില്ലാത്തത് മാത്രമല്ല, പലർക്കും മറ്റു ചരിത്രങ്ങളും അറിയാം. നമ്മുടെ പ്രവാചകന്റെ ഖുലഫാ റാഷിദീങ്ങളെ കാലഘട്ടത്തിൽ തന്നെ അതിനുശേഷം ഭരണത്തിലേറിയ അബൂബക്കർ തങ്ങളാവട്ടെ, ഉസ്മാൻ തങ്ങളാവട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടെ, അതുപോലെ മുആവിയ ഇബ്നു അബി സുഫിയാൻ ആവട്ടെ, അല്ലെങ്കിൽ മറ്റു അമവികളെയൊക്കെ ഇവർ ചീത്ത വിളിക്കാറുണ്ട്. ഖുലഫാ റാഷിദീങ്ങളെ പോലും ചീത്ത വിളിക്കുമ്പോൾ അവർ ഇസ്ലാമിന്റെ പുറത്ത് പോകില്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന അഹ്ലുൽ ഖിബലയെ അഹ്ലുൽ ഖുർആനെ ഒരിക്കലും നമുക്ക് ആക്ഷേപിക്കാൻ അർഹതയില്ല എന്ന് മാത്രമല്ല, അക്കാര്യം നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർ തൗഹീദിന്റെ ആളുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ ചില ബാധ്യതകളുണ്ട്. അവർ അഹ്ലുൽ ഖിബലയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ ഒരു ഷിഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, വലോ റാഫി അവരുടെ പിന്നിൽ നിസ്കരിക്കുന്നത് പോലും റാഫിളിയാക്കളുടെ പിന്നിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഫത്ഹുൽ മുഈന്റെ കാഴ്ചപ്പാട് പോലും കറാഹത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിസ്കാരം സഹീഹല്ല എന്നല്ല പറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ മുബത്തദിഅകളാണ്. ഈ മുബത്തദികൾ ഒരുപാട് അക്രമം പ്രവർത്തിച്ച ലാലിമീങ്ങളാണ്, മുഅ്ദീങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാണ്. എന്നാൽ അവരിൽ കുഫറിലേക്ക് എത്തിയ ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ട് എന്ന കാര്യവും നമ്മൾ അംഗീകരിക്കണം. കാരണം പ്രവാചകത്വം പോലും സംശയിച്ച് ജിബ്രീൽ മാറിപ്പോയതാണ് എന്നൊക്കെ
പറയുന്ന ചില ആളുകൾ അങ്കുലി പരിമിതമായ ഒരു വിഭാഗം അക്കൂട്ടത്തിലുണ്ട്. അതിന് ആ ഗണത്തിൽ തന്നെ നാം പെടുത്തി മനസ്സിലാക്കുക. മറ്റൊരു സൈഡും നമ്മളിതൊരു ബാലൻസിങ് ചെയ്തിട്ടാണല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ഉസ്താദിന്റെ സംസാരവും ഇതുവരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. മാഷാ അല്ലാഹ്. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നുള്ളത് അതേപോലെ നമ്മുടെ മദ്ഹബിന് ഇമാമായിട്ടുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ടല്ലേ, ഞാൻ ആല് ബൈത്തിനെ താങ്കൾ പറഞ്ഞ ശരിയാണ്. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അമിതമാവുന്നത് അത് ഷിയാക്കളാണ്. റാഫിലിയാണെങ്കിൽ ഞാനൊരു എന്നെ വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. അതെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നജ്റാനിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ ചില ആരോപണം വന്നു. അദ്ദേഹം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്തയിൽ നിന്ന് ഇജാസത്ത് ലഭിച്ച ശേഷം ആദ്യമായി യമനിലെ നജ്റാനിൽ, ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള നജ്റാൻ പട്ടണത്തിൽ ചെന്നാൽ അവിടെ മസ്ജിദു ഷാഫിഈ എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ മിനയിൽ കയറി ജംറത്തുൽ അഖബയെ എറിയുന്ന സമയത്താണ് ലൗ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യഷ്ഹദി സഖിലാനു അന്നി റാഫിദു എന്ന കവിത ചൊല്ലുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രത്തോളം വിരോധം അവർ ചെയ്തെങ്കിലും അവരെയായി വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കണം. മാഷാ അല്ലാഹ്. ഏതായാലും മാഷാ അല്ലാഹ് വളരെ സുവ്യക്തമായിട്ട് തന്നെ ആ 8 നൂറ്റാണ്ട് കാലം സുന്നികൾ ഭരിച്ചിട്ട് പിന്നീട് എങ്ങനെയാണ് ഷിയാക്കളിലേക്ക് ഇത് അമർന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞു. ഇനി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ചരിത്രം, നബിയുടെ ജനനം കൊണ്ട് തന്നെ കിസ്ര കൈസർ കോട്ട തകർന്നു പറയുമ്പോൾ അതിൽ കിസ്രയാണ് ഇന്നത്തെ പേർഷ്യ, കൈസറാണ് ഇന്നത്തെ റോം. അപ്പോൾ അതിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആനിൽ ഒലിബത്ത് റൂം എന്ന് പറയുന്നതും അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ നടന്ന സംഭവങ്ങളൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. അലിഫ് ലാം മീം ഒലിബത്ത് റൂം എന്ന ആയത്തിലൂടെ ഇറാനെയാണ് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അഥവാ അന്നേ പേർഷ്യയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയും മാത്രമല്ല ഖുറൈശികൾക്കിടയിലും അറബികൾക്കിടയിലും വലിയ സാമ്രാജ്യമായി വിലയിരുത്തപ്പെട്ട 2 രാജ്യങ്ങളായിരുന്നു. ഒന്ന് റോമാ സാമ്രാജ്യവും മറ്റൊന്ന് പേർഷ്യൻ സാമ്രാജ്യവും. എത്രത്തോളം BC 6000 വർഷങ്ങൾക്കപ്പുറമുള്ള കഥകളും ചരിത്രങ്ങളുമുള്ള ചരിത്രത്തിൻ്റെ കലവറയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനിൻ്റെ തെരുവോരങ്ങളിലുള്ള പാത്രങ്ങൾ ഇന്നും അമേരിക്കയിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളാണ്. അവരുടെ ചരിത്ര വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്ര പഠനത്തിൻ്റെ യഥാർത്ഥ വഴികളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്നത് എന്ന നിലയ്ക്ക് കണ്ടെത്തുന്ന പലതിൽപ്പെട്ട ഒന്നാണ് ഇറാനിലെ ഈ ചരിത്ര വസ്തുക്കൾ. അപ്പം ഇറാൻ ചരിത്രപരമായി ഒരുപാട് പാരമ്പര്യമുണ്ട്. ഇന്നവിടെ 98% മുസ്ലിങ്ങളും 2% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളും ബഹായികളും അതുപോലെ തന്നെ സൗരാഷ്ട്രരുമാണ്. അപ്പം ആദ്യം അവിടെ നിലനിന്ന വിഭാഗമാണ് സ്വാബിഈങ്ങൾ. ഈ സ്വാബിഈങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ വസ്വാബിഈൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സൗരാഷ്ട്രരാകുന്ന വിഭാഗം അവരുടെ സ്ഥാനം ഖുർആനിൽ ഇറാനിലുള്ള ഈ മതവിഭാഗത്തെക്കുറിച്ച് സ്വാബിഈൻ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇവരിലേക്ക് അമ്പിയാക്കളെ നിയോഗിച്ചതായുള്ള സൂചനകളും പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അപ്പം ഈ സൗരാഷ്ട്രരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആര്യനാം വജേഹ് എന്നാണ് ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ആര്യനാം വജേഹ് എന്നതിനെ ഏറനാം വജേഹ് എന്ന് പിൽക്കാലത്ത് സൗരാഷ്ട്രർ വിളിച്ചു. അവർ ചുരുക്കി പറഞ്ഞു. ഏറനാം വജേഹ് എന്ന പദത്തിൽ നിന്നാണ് ഇറാൻ, ഈ പേർഷ്യൻ രാജ്യം ഇറാൻ എന്ന ഒരു രാജ്യമായി മാറിയത് എന്ന്. നമ്മുടെ ഇന്ത്യയിലേക്ക് പോലും ആര്യന്മാര്, അതെ, ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് പുറത്തു പോകാൻ പറയുന്നവരോട് നമ്മൾ പറയാറുണ്ട്, ആദ്യം വന്നവർ ആദ്യം പോവട്ടെ. ആദ്യം വന്നവരാരാണ്? ആര്യന്മാർ. ഇറാനിൽ നിന്ന് കയറി വന്ന ഈ വിഭാഗമാണ് ഇന്ത്യയിൽ വന്നുകൊണ്ട് ബ്രാഹ്മണന്മാരും അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തക്കാരുമൊക്കെയാണെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ വംശജർ പോലും ആര്യന്മാരായി വന്നത് ഇറാനിൽ നിന്നാണ്. അത് ആര്യനാം വജേഹ് എന്ന സൗരാഷ്ട്രരുടെ പ്രധാന വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച ഈ വിഭാഗം പിൽക്കാലത്ത് ഇറാൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് കാണാം. ഈ രാജ്യത്തെ മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ AD 631 മുതൽ 41 വരെ നീണ്ടു നിൽക്കുന്ന ഖാദിസിയ്യ സമരങ്ങളിലൂടെ അതുപോലെ വ്യത്യസ്ത സംഘർഷങ്ങളിലൂടെയാണ് ഈ ഒരു രാജ്യത്തെ ഇസ്ലാമിൻ്റെ ഷാദ്വല തീരത്തേക്ക് കടന്നു വരുന്നത്. ഇറാനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും തേട്ടി വരാറുണ്ടായിരുന്നു. ലൗ കാനൽ ഈമാനു ഇൻദ സുറയ്യ,
ഈമാൻ എന്ന വിശ്വാസം അത് സുറയ്യ നക്ഷത്രത്തിൻ്റെ ഉച്ചിയിലാണെങ്കിൽ പോലും ലതനാവലഹു റിജാലും മിൻ ഫാരിസ്, പേർഷ്യയിൽ നിന്നുള്ള ആൺകുട്ടികൾ ആ ഈമാൻ തേടിപ്പിടിക്കുമെന്ന് സൽമാനുൽ ഫാരിസി തങ്ങളടക്കമുള്ള മഹാരഥന്മാരിലേക്ക് സൂചന നൽകിക്കൊണ്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ ഇറാനികൾ അവരുടെ ആ വംശവെറി എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഒരിക്കൽ അവർ തന്നെ പറഞ്ഞു, കുന്ന മുലൂക ദുന്യ വസാദാതിഹ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ രാജാക്കന്മാരും ജേതാക്കളുമായി മാറിയിരുന്നു, ഞങ്ങൾ ജേതാക്കളായിരുന്നു. ഹീനമാക്കാനൽ അറബു ഹുഫാത്തൻ ഉറാത്തൻ യുറാഊനൽ ഇബ്ല ഫിസ് സഹറാ, മരുഭൂമികളിൽ ഒട്ടകങ്ങളെ മേച്ചുകൊണ്ട് നഗ്നപാതരായി അടിമകളായി അറബികൾ നടന്നിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമായിരുന്നു. സുമ്മ ഗലബൂന ബിൽ ഇസ്ലാം, പക്ഷേ ആ അറബികൾ ഞങ്ങളെ കീഴടക്കിയത് ഇസ്ലാം എന്ന സുന്ദരമായ തത്വസംഹിതയായിരുന്നു. ആ തത്വസംഹിത ഇല്ലായിരുന്നെങ്കിൽ അടിമകളായ അറബികൾക്ക് നേതാക്കളും ജേതാക്കളുമായ ഞങ്ങളെ ഒരു നിലക്കും കീഴടക്കാൻ സാധ്യമായിരുന്നില്ല എന്ന് ഇറാനികൾ അഭിമാനം പറയാറുണ്ട്. മാത്രമല്ല സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പേർഷ്യക്കാരെ കുറിച്ചുള്ള യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, വദിത്തു ലൗ അന്ന ബൈനനാ വ ബൈനഹും ജബലും മിനന്നാർ, ഞാൻ ആഗ്രഹിച്ചുപോയി ഞങ്ങൾക്കും ഈ പേർഷ്യക്കാർക്കുമിടയിൽ ഒരു അഗ്നിപർവ്വതമുണ്ടായിരുന്നെങ്കിൽ, തീയാലുള്ള ഒരു പർവ്വതമുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ വന്നാൽ ലാ യസിലൂന ഇലൈന വലാ നസിലു ഇലൈഹിം, അവർ ഞങ്ങളിലേക്കോ അതുപോലെ ഞങ്ങൾ അവരിലേക്കോ എത്തുമായിരുന്നില്ല. അങ്ങനെ ഒരു പ്രതിബന്ധം ഉണ്ടായിക്കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രസ്താവിച്ചതായി കാണാം. അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി ചെയ്ത മാർച്ച്, അങ്ങനെ ഖാദിസിയ യുദ്ധത്തിൽ ഹുർമുസിൻ്റെ ഭരണാധികാരികളെയൊക്കെ തച്ച് തകർത്തുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യയുടെ ഭാഗങ്ങൾ മുഴുവനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യക്കാരായ ഷിയാക്കൾ എപ്പോഴും അഭിമാനം പറയുന്ന രണ്ട് പേരാണുള്ളത്. ഒന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. കാരണം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാന മുദാഫിഅൻ ലി അലി ഇബ്നു അബീ ത്വാലിബ് ഫീ കുല്ലി മഅരിക, അദ്ദേഹം ഒരു നല്ല ഡിഫൻഡർ ആയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ നടന്ന വാഖിഅത്തു സിഫീനിലും ജമലിലും അതുപോലെ തന്നെ നഹാവന്ത് യുദ്ധത്തിലും ഖവാരിജകൾക്കെതിരെ നടന്ന പടയോട്ടങ്ങളിലുമൊക്കെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും നല്ല ഒരു ഡിഫൻഡറായി വർക്ക് ചെയ്ത ആളാണ് ആര്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് എപ്പോഴും ഇറാനികൾ അഭിമാനം പറയാറുണ്ട്. മറ്റൊന്ന് ഷെഹ്ർബാനു ബിന്തു യസ്ദജുർദ്. ഷെഹ്ർബാനു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യസ്ദജുർദ് എന്ന ഭരണാധികാരി പേർഷ്യക്കാരനായ അദ്ദേഹം കിസ്ര രാജാവാണ്. ആ കിസ്ര രാജാവായിരുന്ന യസ്ദജുർദിന്റെ മകൾ ഷെഹ്റുബാനുവിനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ ചെറപിടിക്കപ്പെട്ടു. അങ്ങനെ അവളെ ബന്ദിയാക്കിക്കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഷെഹ്റുബാനുവിനെ ആർക്കാണ് നൽകുന്നത്? മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന് കൊടുക്കുകയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിനു ഷെഹ്റുബാനു ബീവിയെ കല്യാണം കഴിക്കുന്നു. അതോടുകൂടെയാണ് ഷിയാക്കൾക്ക് വളരെ അഭിമാനം പറഞ്ഞുകൊണ്ട് പറയാറ്, ഞങ്ങളുടെ ഉമ്മയാണ് ഷെഹ്റുബാനു എന്നവർ പറയും. കാരണം അവരുടെ മൂന്നാമത്തെ ഇമാമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. നാലാമത്തെ ഇമാമായ അലി സൈനുൽ ആബിദീൻ ആരാണ്? കർബല യുദ്ധത്തിൽ അവശേഷിച്ച ഏക മഹാനാണ് സയ്യിദുന അലി സൈനുൽ ആബിദീൻ. ഹദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു ഹദ ഇബ്നു ഫാത്തിമത ഇൻ കുൻത ജാഹിലഹു ബിജദ്ദിഹി അംബിയാ ഉല്ലാഹി ഖദ് ഖുതിമു എന്നൊക്കെ പറയപ്പെട്ട മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ആര്? ഷെഹ്റുബാനു ബിന്തു യസ്ദജുർദ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ മക്ബർ, അവരുടെ മക്ബർ സിയാറത്ത് ചെയ്തല്ലോ. ഈജിപ്തിന്റെ തെരുവുകളിൽ എന്നും പോകുന്ന വഴിയിലാണ്. തീർച്ചയായിട്ടും അവിടെയുള്ളവർക്ക് അത് അത്ര സംഭവമല്ല, പക്ഷേ ശരിക്കും അത് വലിയൊരു രാജാവിന്റെ മകളാണ്. യസ്ദജുർദിന്റെ മകളാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മാത്രമല്ല അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ ഉമ്മയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സയ്യിദും സാബിയും ഒക്കെ അസ്ഹറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവരുടെ മക്ബറയുള്ളത് ഈജിപ്തിലാണ്. അപ്പോൾ ഈ രണ്ട് ബന്ധങ്ങളാണ് ഇറാനികൾ എപ്പോഴും ഉയർത്തി പറയാറുള്ളത്. അവർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഒന്ന് സൽമാനുൽ ഫാരിസി, മറ്റൊന്ന് ഷെഹ്റുബാനു. ഈ രണ്ട് അഭിമാന താരങ്ങളെ പിടിച്ചുകൊണ്ടാണ് അവരെപ്പോഴും അഭിമാനിക്കാറുള്ളത്, അവരെപ്പോഴും മേൽമ പറയാറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് ഒരു ഷിയാക്കളുടെ അധിനിവേശ സ്ഥലമായിരുന്നില്ല, അവരുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിരുന്നില്ല. ഇറാഖിൻ്റെ എത്രയോ അല്ലെങ്കിൽ എത്രത്തോളം അസർബൈജാനിനെ പോലും
അസർബൈജാൻ്റെ പാരമ്പര്യം പോലും ഇറാനിന് ഷിയാക്കൾക്ക് പറയാനില്ല. എന്നാൽ സ്വാഭാവികമായും ഇന്ന് ഇറാൻ ആയത് അത് സഫവി മിലിറ്റന്റ് അറ്റാക്കിലൂടെയാണ്. സൂഫിയിൽ നിന്നാണോ സഫവി എന്നുള്ള പേര് വരുന്നുള്ളത്? കാരണം സൂഫിയിലൂടെയാണല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു പേര് വരാൻ കാരണം അത് നമ്മൾ സൂചിപ്പിച്ചല്ലോ, 1232 ജനിച്ച് 1334 വഫാത്തായ ഷെയ്ഖ് സഫിയുദ്ദീൻ അൽ ഇർദബിലി ഷാഫിഈ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, മഹാനായ ഒരു വലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാണ് മഹാനായ ഷെയ്ഖ് സാഹിദ് അൽ ജീലാനി. അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയാണ് ആര്? ഷെയ്ഖ് സഫിയുദ്ദീൻ തങ്ങൾ. ഈ ഷെയ്ഖ് സഫിയുദ്ദീൻ തങ്ങളുടെ 5ാമത്തെ പേരമകനാണ് ഇസ്മായിൽ, ഈ ഷാ എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് സഫവികൾ എന്ന് ഇവരറിയപ്പെട്ടത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ തെരീഖത്ത് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സദറുദ്ദീൻ മൂസയാവട്ടെ, ഖ്വാജ അലി ആവട്ടെ, ഷെയ്ഖ് ജുനൈദ് ആവട്ടെ, ഹൈദർ അലി ആവട്ടെ, അതിനുശേഷം വന്ന ഇസ്മായിൽ എന്ന ഈ ഇസ്മായിൽ, ഹൈദർ, ജുനൈദ്, മൂസ റിള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പേരമകനായി ജനിച്ച ഇസ്മായിലിലൂടെയാണ് ഈ ഒരു ഭരണകൂടം നിൽക്കുന്നതും ഇത് സ്ഥാപിക്കപ്പെടുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ്, ഉസ്താദ് നേരത്തെ പറയുമ്പോൾ ഖാദിസിയ യുദ്ധത്തിലൂടെയാണ് പേർഷ്യൻ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് വരുന്നത് പറഞ്ഞു. അപ്പോൾ ഈ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ ഇന്ന് മക്ബറ ഉള്ളത് ചൈനയിലാണല്ലോ. അതെ. ചൈന വരെ അദ്ദേഹം വെട്ടിപ്പിടിച്ചിരുന്നു. തീർച്ചയായിട്ടും മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കെപ്പോഴും രോമാഞ്ചമാണ്. കാരണം ഹുർമുസ് രാജാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹുർമുസ് പല അധികാരങ്ങളും അതുപോലെ തന്നെ പല മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വലത് കൈയിലും ഇടത് കൈയിലുമൊക്കെ നീട്ടിക്കൊടുത്തപ്പോൾ ജിഇതുക ബിഖൗമിൻ യുഹിബ്ബൂനൽ മൗത കമാ യുഹിബ്ബൂനൽ ഹയാത്ത്, ജീവിതം എപ്രകാരം ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തെയുമായാണ് ഞാൻ വന്നത് എന്ന് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളും അതുപോലെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ വിജയങ്ങളൊക്കെ നേടിയത്. താങ്കൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹം വിജയിച്ച് കീഴടക്കി. അങ്ങനെ എത്രത്തോളം ഏറിയാൽ നദിയും ആരിയാൽ നദി നമ്മൾ പോയപ്പോൾ കണ്ടല്ലോ, ജയ്ഹൂനും സെയ്ഹൂൻ നദിയും ജയ്ഹൂൻ നദിയും ഒക്കെ കടന്ന് ഏറിയാൽ കടലും കടന്നുകൊണ്ട് അങ്ങകലെ ചൈനയിൽ ചെന്നുകൊണ്ട് ചൈനയിലാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറയുന്നത്. അതല്ല സഅദ് ബിൻ അബി വഖാസ്, അവിടെയുള്ള സഅദ് ബിൻ അബി വഖാസ് ഒരു താബി ആണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായാലും സഹാബികളുടെ കൂട്ടത്തിൽ അവസാന കാലങ്ങളിൽ വഫാത്തായ ഒരു വലിയ മഹാനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു പടനായകൻ കൂടിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. നമ്മളെ മനസ്സിൽ ഏതൊരാളുടെ മനസ്സിലും പെട്ടെന്ന് വരുന്ന പേര്, ഇപ്പോൾ ഒരു മിലിറ്റന്റ് ഒരു പടനായകനായിരുന്നു വെച്ചാൽ ഒന്നെങ്കിൽ ഖാലിദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് പലരും വീഡിയോ ചെയ്യണം, നമുക്ക് ചെയ്യുക തന്നെ വേണം, പ്രത്യേകിച്ച് വീഡിയോ ചെയ്യണം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ്, അതേപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ്. അതെ. പിന്നെ ഉസ്താദ് നേരത്തെ പറയുമ്പോൾ നമ്മൾ പേർഷ്യൻ ഇതൊക്കെ പറഞ്ഞല്ലോ, ഈ പേർഷ്യവും ഇസ്ലാമുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വൈജ്ഞാനിക ശാസ്ത്രീയ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ. തീർച്ചയായും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞു 800 വർഷക്കാലം സുന്നി രാഷ്ട്രമായിരുന്നു ഇറാൻ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അക്കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമവി ഭരണകൂടത്തിൽ 85 വർഷക്കാലമാണല്ലോ അല്ലേ, 85 വർഷക്കാലം നീണ്ടു നിന്ന അമവി ഭരണകൂടത്തെയും ഇറാനിലെ പണ്ഡിതന്മാർ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അമവി ഭരണകൂടത്തിന് പതനം വന്നപ്പോൾ ആ പതനത്തിന് നേതൃത്വം നൽകിയത് അബൂ മുസ്ലിമുൽ ഖുറാസാനിയായിരുന്നു. ഈ അബൂ മുസ്ലിമുൽ ഖുറാസാനി യഥാർത്ഥത്തിൽ പേർഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പടയോട്ടങ്ങളിലാണ് ആയിരക്കണക്കിന് ആളുകളെ വധിച്ചുകൊണ്ട് അദ്ദേഹം അബ്ബാസി ഭരണകൂടം സ്ഥാപിക്കുകയാണ്. പക്ഷെ പിന്നീട് അബ്ബാസികൾ തന്നെ അദ്ദേഹത്തെ വധിക്കുകയാണ്. കാരണം അദ്ദേഹം അലി റളിയല്ലാഹുവിൻ്റെ കൂടെ അബുൽ അബ്ബാസ് സഫ അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഇവർക്ക് വേണ്ടി ചെയ്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഇതല്ല, അത് അലി റളിയല്ലാഹുവിൻ്റെ കൂടെയാണ്. ഇവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണ് അബ്ബാസി ഭരണകൂടം സ്ഥാപിക്കുന്നത്. സഫാഹി എന്ന് പറയുന്നത് രക്തദാഹി, സഫാഹി എന്ന് പറഞ്ഞ രക്തദാഹി എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് നീണ്ടുപോയ ഒരുപാട് കഥകളിലേക്ക് പോകും. അബ്ബാസികളിൽപ്പെട്ട ഓരോരുത്തർക്കും ബില്ല എന്നും മുതവക്കിൽ ബില്ല ഇങ്ങനെ ഓരോ സ്ഥാനപ്പേരിലാണ് അവർ അറിയപ്പെടുക.
ഒരുപാട് അവരുടെ സ്വന്തം പേരിൽ അപ്പുറം അവർ സ്ഥാനപ്പേരുകളിലേക്കാണ്. അപ്പോൾ അതൊക്കെ കടന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഖിലാഫത്ത് വിശാലമായിട്ട് ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ അബ്ബാസി ഭരണകൂടത്തിൽ മുഴുവൻ സഹായം ചെയ്തു കൊടുത്തതാരാണ്? അബൂ മുസ്ലിമുൽ ഖുറാസാനി. അപ്പോൾ ഈ അബൂ മുസ്ലിമുൽ ഖുറാസാനിയുടെ സഹായമുള്ളത് കൊണ്ട് തന്നെ പേർഷ്യക്കാരായ പണ്ഡിതന്മാരെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അവരോധിക്കാൻ എപ്പോഴും ആര് തയ്യാറായി? അബ്ബാസി ഭരണകൂടം തയ്യാറായി. അതുകൊണ്ട് തന്നെ അബ്ബാസികൾ ഫൽസഫകൾ അഥവാ ഇറാനിലെ പേർഷ്യൻ ഭാഷയിലുള്ള ഫിലോസഫികൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാരാണ്? പേർഷ്യക്കാരാണ്. അവർ മാത്രമല്ല, ഇപ്പൊ എത്രത്തോളം ഖലീലാവദിംന എന്ന അറബി ഭാഷയിലെ സുപ്രസിദ്ധമായ ഒരു നോവലുണ്ട്. ഇന്ത്യയിലെ പശ്ചാത്തലങ്ങളാണ്. ശത്രബയുടെയും നന്ദബയുടെയും ഒക്കെ കഥ പറയുന്ന ഈ ഖലീലാവദിംന അതുപോലും പരിഭാഷപ്പെടുത്തിയത് പേർഷ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യക്കാര് ഈ അറബി ഭാഷക്ക് നൽകിയ സംഭാവന ഒരിക്കലും നിഷേധിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സോക്രട്ടീസിന്റെയും പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തകളൊക്കെ പ്ലാറ്റോയുടെയും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിന്റെയും തുടങ്ങി ഒരുപാട് തർക്കശാസ്ത്രം, ടോളമിയുടെ ഒക്കെ ഈ മന്തിഖ്, ഇസ്ലാമിക ലോകത്ത് മന്തിഖിന്റെയും ഇൽമുൽ കലാമിന്റെയും ഉലൂമിന്റെയും ഒക്കെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് പേർഷ്യക്കാരിലൂടെയാണ്. എത്രത്തോളം ഉമർ ഖയ്യാം, നമുക്കറിയാം ഉമർ ഖയ്യാം വാന നിരീക്ഷകനായ അദ്ദേഹം തലത്തൊട്ടിലുകൾ പോലും കവിത എഴുതിയ ഉമർ ഖയ്യാമിൻ്റെ വാന നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാലിക് ഷാ എന്ന ഇറാനിലെ ഒരു ഷാ ഭരണാധികാരിയാണ്. ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇവരുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പണ്ഡിതന്മാരെ പേരൊക്കെ പറഞ്ഞല്ലോ. ഷാഫിഈ മദ്ഹബിൽ ഇസ്ഫഹാനിൽ എത്രയെത്ര പണ്ഡിതന്മാർ, തിബിരീസിൽ എത്രയെത്ര ആലിമീങ്ങൾ, ടെഹ്റാനിൻ്റെയും അതുപോലെ തന്നെ ഇറാനിലെ ഓരോ പട്ടണങ്ങളിൽ നിന്നും ഒരുപാട് ഉലമാക്കൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഷാഫിഈ മദ്ഹബിന് വേണ്ടി, തസവൂഫിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവരായിട്ടും തരീഖത്തിൻ്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെട്ട മഹാരഥന്മാരുമായി നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് വലിയ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. അബ്ബാസികളുടെ കാലഘട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇബ്നു സീന, അതുപോലെ ഫാറാബി, ഗസാലി, ഇമാം റാസി തങ്ങൾ തുടങ്ങി ഖവാറസ്മി തുടങ്ങി ഒരുപാട് ആളുകൾ അവർ ഇറാനികളാണ്. ഇന്നുപോലെ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതിന്റെ ആ വാനനിരീക്ഷണത്തിന്റെ ബാലപാഠം അബ്ബാസ് ഇബ്നു ഹിബ്ബാൻ എന്നൊക്കെ അടക്കമുള്ള പല സംഭാവനകളും വൈദ്യശാസ്ത്രത്തിലും വാനശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അല്ലെ ആഗോള ശാസ്ത്ര മേഖലകളിൽ മൊത്തമായി ഇറാനികളായ പണ്ഡിതന്മാർക്ക് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഉസ്താദ്, ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അതായത് ഉസ്താദ് അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറഞ്ഞിട്ട് തുടങ്ങിയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ആദ്യം ചോദിച്ചൊരു കാര്യമാണ്, ഹമാസ് ഒരു സുന്നി മൂവ്മെന്റ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഷിയാക്കളിൽ നിന്ന് കൂടുതൽ സഹായം അവർക്ക് ലഭിക്കുന്നു? അതിന് നമ്മൾ ആധുനിക ഇറാന്റെ കഥ പഠിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. 1979 അലി ഖാംനി അദ്ദേഹം കാസറ്റ് വിപ്ലവത്തിലൂടെയാണ് ഇറാൻ ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആക്കി മാറ്റുന്നത്. ഖുമൈനി ഹും എന്ന ഇറാനിലെ ഹും നഗരത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ ആയത്തുള്ള റൂഹുള്ള ഖാംനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുമൈനി അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഷാഹ് ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഒരു പ്രഭാഷകനായി രംഗത്ത് വന്നു. ഷാഹ് ഭരണകൂടം അമേരിക്കയോട് ഒട്ടി നിൽക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. മാത്രമല്ല ആ ഭരണകൂടം നിലനിന്നത് കൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ പറഞ്ഞാലേ ഇറാൻ എന്ന പാലസ്തീൻ എന്ന രാജ്യത്ത് വിഭജിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾക്ക് പോലും ആദ്യമായി വകവെച്ചു കൊടുത്തത് ആരാണ്? ആദ്യമായി ഒരു രാജ്യത്തെ അംഗീകരിച്ച രാജ്യമാണ്. അപ്പം ഈ ഷാ പഹ്ലവിമാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സമ്പൂർണ്ണമായും അമേരിക്കയുടെ പാവ സർക്കാരുകളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇറാനിലുണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് പിൽക്കാലത്ത് അഥവാ ഷാ ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ട് പേർഷ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഖുമൈനി പിന്നീട് ബാഗ്ദാദിലും അതുപോലെ തന്നെ പാരീസിൻ്റെ തെരുവോരങ്ങളിലുമൊക്കെ ജീവിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഓഡിയോ കേസറ്റുകൾ വഴി വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തി. അക്കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വാട്സപ്പും യൂട്യൂബും CD-കളുമൊന്നുമില്ല. അന്ന് ടാപ്പ് റെക്കോർഡുകളിലൂടെ തൻ്റെ പ്രഭാഷണം റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓഡിയോ കാസറ്റുകൾ ടെഹ്റാനിലേക്ക് അയച്ചുകൊണ്ട് ഇറാനിലേക്ക് അയച്ചുകൊണ്ട് ഇതിൽ വലിയ വിപ്ലവമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ആ ആകർഷകമായ വാക്ക് ധാരണികളിലൂടെ അദ്ദേഹം വലിയ ഒരു ജനവൃന്ദത്തെ സൃഷ്ടിച്ചു. എത്രത്തോളം ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ അദ്ദേഹം
നാടുകടത്തപ്പെട്ട അദ്ദേഹം പിന്നീട് ഇറാനിലെ ടെഹ്റാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ 70 ലക്ഷം ആളുകളാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഇറാനിലെ എയർപോർട്ടിൽ നിന്നും ഇദ്ദേഹത്തെ അലി വലിയുള്ള എന്നും അതുപോലെ തന്നെ ലബ്ബൈക്ക് ലബ്ബൈക്ക് യാ ഹുസൈൻ ലബ്ബൈക്ക് എന്ന് തുടങ്ങുന്ന ലബ്ബൈക്കുകളൊക്കെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അന്ന് രാജ്യം വിടേണ്ടി വന്നു ഷാ ഭരണകൂടം. റിസാഖാനും അതുപോലെ തന്നെ ഇതര ഷാ ഭരണകൂടത്തിൽപ്പെട്ട പഹ്ലവി ഭരണാധികാരികളൊക്കെ രാജ്യം വിടേണ്ടി വന്നു. അങ്ങനെ ആ രാജ്യം വിട്ട സ്ഥാനത്ത് ഇദ്ദേഹം അവരോധിക്കപ്പെട്ടു. അതോടുകൂടെയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു പട്ടികയിലേക്ക് ആര് വരുന്നത്? ഇറാന് വരുന്നത്. അതുവരെ ഇറാൻ, അതെ, അവർ സുഹൃത്തുക്കളായിരുന്നു. ഇസ്രായേലിന്റെ ഒരു പാവ സർക്കാരായി മാത്രം എല്ലാവിധ എണ്ണ കൊടുത്തു. എത്ര പോലെ ഐലാത്തിൽ നിന്നും അസ്കലോനിൽ നിന്നുമൊക്കെ പൈപ്പുകൾ ഇസ്രായേലിലേക്ക് നേരിട്ടിട്ട് കൊടുത്തിരുന്നു. ഐലാത്തിന്റെ തുറമുഖങ്ങളിൽ നിന്നും നേരിട്ട് പൈപ്പ് ലൈനുകളിലൂടെ ധാരാളം എണ്ണ കൊടുത്തു ഇറാൻ. പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലും ഇറാനും എത്ര ദൂരമുണ്ട്. എന്നിട്ട് പോലും അവിടങ്ങളിലൊക്കെ പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കുകയും ഒരുപാട് മൂവ്മെന്റുകളിലൂടെ അവർ പരസ്പരം സഹായിക്കുന്ന വലിയ സുഹൃത്തുക്കളായ രാജ്യങ്ങളായിരുന്നു. പിന്നീട് ഈ ഷാ പഹ്ലവിന്റെ ഭരണകൂടത്തിൽ തന്നെ ചില മന്ത്രിമാർക്കൊക്കെ അതുപോലെ അവിടുത്തെ ജനങ്ങൾ, ഇറാനിലെ ജനങ്ങളൊക്കെ ഈ ഒരു ഭരണകൂടത്തിന്റെ നിലപാടിനെതിരായിരുന്നു. അങ്ങനെ 979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേരിൽ ഖുമൈനി ഈ രാഷ്ട്രം സ്ഥാപിച്ചതോടുകൂടെയാണ് ഇറാൻ അമേരിക്കയുടെ ബദ്ധവൈരികളിലെ 1ാം പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അതോടുകൂടെ 1980 മുതൽ 88 വരെ ഇറാൻ യുദ്ധം നടന്നു. ആ സമയത്ത് ഇറാനെതിരെ ആര് സഹായിച്ചു? ഇറാഖിനെ അമേരിക്ക സഹായിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് തുടങ്ങുന്ന ഓരോ രംഗങ്ങളിലും ഇറാൻ ശക്തമായ ചില നിലപാടുകൾ അമേരിക്കക്കെതിരെ എടുത്തു. ഇപ്പോൾ ഇസ്രായേലിനെതിരെ അവരെടുക്കാൻ നിർബന്ധിതരമായി. അതോടുകൂടി തന്നെ അമേരിക്ക തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇറാനിലെ ആണവ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ, ബുദ്ധി കേന്ദ്രങ്ങളെ, അതുപോലെ ഇറാനിൽ ആരൊക്കെയാണ് ഈ ഒരു ആൻറ്റി അമേരിക്കൻ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകുന്നത്, അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നത് അമേരിക്കയുടെ ഒരു തത്വമാക്കി. ഇപ്പോൾ ബൈഡൻ കരാറിലാവട്ടെ, ഒബാമയുടെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന കാലഘട്ടമാവട്ടെ, ട്രംപിൻ്റെ കാലമാവട്ടെ, ഈ കാലഘട്ടങ്ങളിലൊക്കെ ആൻറ്റി ഇറാൻ മൂവ്മെൻറ്റുകൾ അമേരിക്ക മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഹമാസ് എന്നത് സ്വാഭാവികമായും ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏകദേശം 98% സുന്നി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്നും ഫലസ്തീൻ ഷിയാക്കൾക്ക് പേരിന് പോലും പള്ളിയില്ലാത്ത നാടാണ്. ഗസയുടെയും തബരിയ തടാകത്തിൻ്റെയും അതുപോലെ തന്നെ അഷ്കലോനിൻ്റെയും ഹിബ്രോൺ കുന്നിൻ്റെയും ഒക്കെ ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥലത്ത് പോലും ഷിയാക്കൾക്ക് പേരിന് പോലും പള്ളിയില്ല. ഈ സ്ഥലത്തുള്ള ഹമാസിൻ്റെ പ്രവർത്തകർ സ്വാഭാവികമായും അമേരിക്കൻ വിരുദ്ധ ഒരു അറ്റാക്കുമായി മുന്നോട്ട് വന്നപ്പോൾ അത് അറബ് രാജ്യങ്ങളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഖത്തറിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇതര അറബ് രാജ്യങ്ങളോടൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്കോടൊക്കെ അമേരിക്കയുമായുള്ള പല കരാറുകളും അവരുടെ ബിസിനസ് വ്യാപാര മേഖലയിലുള്ള ഡീലുകളുമൊക്കെ സ്വാഭാവികമായും ഹമാസുമായുള്ള ഒരു ഡയറക്റ്റ് അസിസ്റ്റൻസ് അവർക്ക് തടസ്സമായി വരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല. അല്ലെങ്കിൽ ഈ ഒരു ഇസ്ലാമിക് 1979 ശേഷം വന്ന ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഷിയാക്കൾക്ക് ഒന്നും, അതാണ് ഹിസ്ബുള്ളയാവട്ടെ, താങ്കൾ സൂചിപ്പിച്ച ഹിസ്ബുള്ളയാവട്ടെ, സിറിയക്കാരാവട്ടെ, ഇവരൊക്കെ ഹൂത്തികളാവട്ടെ, ഇവരൊക്കെ ഒരു ആൻറ്റി അമേരിക്കൻ മൂവ്മെൻറ്റുമായി രംഗത്ത് വരേണ്ടി വന്നു. കാരണം ആദ്യഘട്ടത്തിൽ അവരൊരു പേര് മാറ്റിക്കൊണ്ട് ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ എന്ന പേരിലേക്ക് അവർ മാറിയതോടുകൂടെ സ്വാഭാവികമായും അവർക്ക് മറ്റൊന്നും പേടിക്കാനില്ല. ഇതര മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാശ്ചാത്യൻ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന കരാറുകളുണ്ട്. അപ്പോൾ ഇസ്രായേലുമായി അങ്ങനെ ഒരു ഡയറക്റ്റ് ആക്ഷനൊന്നും ഇവർക്കില്ല. അതേ സ്ഥാനത്ത് അമേരിക്കയുമായി നിൽക്കുന്ന ബിസിനസ് ഡീല്, അപ്പം ഈ ബിസിനസ് ഡീലിനെ ഒരു നിലക്കും ബാധിക്കരുത് എന്ന് സ്വാഭാവികമായും ഈ രാഷ്ട്രങ്ങൾ വിചാരിക്കുന്നത് സ്വാഭാവികമായും ഗസ മുനമ്പിലുള്ള ആളുകൾക്ക് സഹായം കൊടുക്കാൻ പ്രത്യക്ഷമായി അമേരിക്കയുടെ ശത്രുക്കളായി വാഴുന്ന ഇറാന് മാത്രമേ ധൈര്യമുള്ളൂ. അതേ സ്ഥാനത്ത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാലും
സൗദി അറേബ്യ നമുക്കറിയാം, സൗദി അറേബ്യയിൽ ഇപ്പോൾ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ ഇതര സഹായ മേഖലകളിലൂടെയും മാക്സിമം ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ മധ്യസ്ഥ ശ്രമം നടത്തിയത് ഖത്തറാണ്. ഖത്തർ നമുക്കറിയാം, ഖത്തർ എന്ന രാജ്യം അതിൻ്റെതായ റോൾ അഭിനയിക്കുന്നു. അതുപോലെ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് അണ്ണാരക്കണ്ണനും തന്നാലാവുന്നത് എന്ന് പറയപ്പെട്ട പോലെ അവരുടെ ലിമിറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ അവരൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായും നിലവിലുള്ള ഒരു രീതിയും ഡീലുകൾക്കും അവർക്ക് പ്രയാസമാകുന്നു എന്ന് മാത്രം. അറബ് രാജ്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, മറ്റുള്ളവർ ആയുധം കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായ ഒരു സഹായം, പലപ്പോഴും മിലിറ്റന്റ് അറ്റാക്കിനെതിരെയായ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും, എന്നാലും അതിനുള്ള ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മളിപ്പോൾ യമനിലെ ഹൂത്തികളുമായിട്ടുള്ള വിഷയം, ഇൻഷാ അല്ലാഹ്, അതേപോലെ ഇറാനുമായി ഷിയായുമായിട്ടുള്ള പ്രശ്നം, ഇതിനെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. സൗദി അറേബ്യയും ഹൂത്തികളായിട്ടുള്ള എന്താണ് പ്രശ്നം, ഇറാനുമായിട്ടുള്ള സൗദിയുടെ പ്രശ്നം, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചെയ്യാം. നമുക്ക് ഒരുപാട് അങ്ങനെ പിന്നെ ചെയ്യാം. നേരത്തെ നമ്മൾ ഷിയാക്കളുടെ ഇതിൽ ഇറാൻ എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് പറയാമെന്ന് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അതിന്റെ ഒരു വിഷയം വന്നപ്പോൾ നാം സംസാരിച്ചു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഇറാനും സൗദി അറേബ്യയും പറയുമ്പോൾ ഓർമ്മതാണ്, ഇന്നലെ ആയിരുന്നല്ലോ 9 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സൗദിയിലേക്ക് ഉംറയ്ക്ക് ഇറാനികൾ വരുന്നത്. തീർച്ചയായിട്ടും ഇറാനുമായുള്ള മഷാ അല്ലാഹ് ഡീലുകളൊക്കെ ഇപ്പോൾ സൗദി അറേബ്യ ഒരുപാട് ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-8 മാസമായി ഈ ഡീല് ഓപ്പൺ ആയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രീതി ഇന്നലെയാണ് വരുന്നത്. അതുപോലെ ഇറാനിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊക്കെ ഇപ്പോൾ സൗദി അറേബ്യയിലെ ഖത്തീഫിലും അൽഹസയിലുമൊക്കെ ജീവിക്കുന്ന ജാഫരി ഷിയാക്കൾ, അവരിൽ പലരും ഇറാനിലേക്ക് പോകാൻ വേണ്ടി അവർ ഉപയോഗിക്കാറ് ദുബൈയിലേക്കും അതുപോലെ ബഹ്റൈനിലേക്കുമൊക്കെ ചെന്നുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ അങ്ങോട്ട് പറക്കാറുള്ളത്. അപ്പം ഈ ഒരു ഡീല് ഓപ്പൺ ആകുന്നതോടുകൂടെ ഡയറക്റ്റ് മഷ്ഹദിലേക്കും കുമ്മിലേക്കും ഒക്കെ പറക്കാൻ ഇവിടുത്തെ സൗദിയിൽ ജീവിക്കുന്ന ഇസ്മായിലി ഷിയാക്കൾക്കും അതുപോലെ ജാഫരി ഷിയാക്കൾക്കും ഇപ്പോൾ സൗദി അറേബ്യയിലെ 3 പട്ടണങ്ങളിലായാണ് പ്രധാനമായും ഇവരുടെ സാന്നിധ്യം കാണുന്നത്. ഒന്ന് അൽ ഖത്തീഫിൽ, മറ്റൊന്ന് അൽ ഹസയിൽ, മറ്റൊന്ന് നെജ്റാനിൽ ഇസ്മായിലി ഷിയാക്കൾ. ഈ അൽ ഖത്തീഫിലും അൽ ഹസയിലും ജാഫരി ഷിയാക്കളാണ്. ഷീറാസികളും മദ്ഹബും ഒക്കെ സ്വീകരിക്കുന്ന മർജിഅകൾ സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നെജ്റാനിൽ മാത്രം ഇസ്മായിലി ഷിയാക്കൾ. അതെ. ഏതായാലും മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്കൊരു മൊത്തം ആഗോള മുസ്ലിമീങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമായിരിക്കും സൗദിയും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധവും ബൈലറ്ററൽ റിലേഷനൊക്കെ. ഏതായാലും പൊതുശത്രുക്കൾക്ക് മുമ്പിൽ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കുകയും വളരെ നല്ല രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്ര നേതാക്കൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കാം. ആമീൻ. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ വിഷയം വളരെ ഗഹനമായി വളരെ വിശദമായി സുവ്യക്തമായിട്ട് ഉസ്താദ് വിശദീകരിച്ചു. മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഷിയാക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അധിക വായനത്തിന് എന്ന് പറയുന്ന പോലെ കൂടുതൽ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഷിയ വിഷയം ഉസ്താദുമായിട്ടുള്ള ഇന്റർവ്യൂ വിത്ത് അറക്കൽ അബ്ദുറഹ്മാൻ ഉസ്താദ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റിൽ പോയാൽ മനസ്സിലാവും. പ്ലേലിസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഷിയാക്കളുമായി ചെയ്ത വീഡിയോകൾ, അതേപോലെ മദ്ഹബുകളെ പറ്റിയിട്ട് എല്ലാവരും അറിയേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് മദ്ഹബ്, ഖുറാനും ഹദീസും പോരെ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെ വളരെ വ്യക്തമായിട്ട് സമർത്ഥിക്കുന്ന വിഷയം, അതേപോലെ സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി ആഗോള ഇസ്ലാമിക സംഘടനകളെ പറ്റിയിട്ടുള്ളതും അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചരിത്രം, ആയിഷ ബീവിയുടെയും അലി അള്ളാഹുവിൻ്റെ മരണവും, ഉസ്മാൻ തങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ 40-40ലധികം കണ്ടന്റുകൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റിലൂടെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒഴിവുണ്ടാകുന്ന സമയങ്ങളിൽ അതൊക്കെ കേട്ട് തീർക്കുക. കാരണം നല്ല നല്ല അറിവുകൾ, പക്ഷേ അത് ഒരുപാട് ഫീഡ്ബാക്കുകൾ വരാറുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് റമദാനിൽ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ പലരും പറഞ്ഞിരുന്നു, എന്താണ് ഉസ്താദ് വീഡിയോ ചെയ്യാത്തത്, ഒരുപാട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഉസ്താദിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ. കാരണം ഇത്രയും നല്ല വ്യക്തമായി സ്പഷ്ടമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശൈലിയാണ് ഉസ്താദ് സ്വീകരിക്കുന്നത്. മാഷാ അല്ലാഹ്. അതായത് സാധാരണ ചിലപ്പോൾ ഒരാൾക്ക് വിചാരിക്കും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുകയാണ് മാത്രം, പക്ഷേ ഇതിന് പിന്നിൽ ഓരോന്നും പറയുന്നത് ആധികാരികമായിട്ടാണ് പറയുന്നത്. അത്രയും വ്യക്തമായിട്ട് പലരും ചിലപ്പോൾ ഇത്രയും വിഷയങ്ങൾ നോക്കിയാൽ ഇത്രയും പഠനങ്ങൾ, ഒരുപാട് എഴുത്തുകൾ, പേജുകളോളം എഴുതിയ ആളുകൾക്ക് എത്രത്തോളം എളുപ്പമാക്കി ഒരു ക്യാപ്സുലാക്കിയിട്ട് നിങ്ങളെ വായിൽ ഇട്ട് തരാൻ പറ്റും. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇത് ചെയ്യുന്നുള്ളത്. കാരണം എത്ര ഒരാൾക്ക് അറിയുന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു വേറെ തന്നെ കഴിവാണ്. അതിന് അത്രയും നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വർഷങ്ങളുടെ, ഏകദേശം ഇപ്പോൾ 8 നൂറ്റാണ്ടിൻ്റെ സംഭവം പറഞ്ഞു. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഈ ഒരു 1 മണിക്കൂറിനകത്ത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫേർട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട്
നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്താണ് ഈ വിഷയം ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതിലുപരി ഈ കാണുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫാമിലി റിലേഷനുള്ള സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആളുകൾ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഹലോ സാർ. അപ്പോൾ അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇറാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ എന്ന ഒരു വിഭാഗം അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഷിയാക്ക് ഒരു ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയ പദവിയുള്ള ഒരു രാജ്യമാണല്ലോ ഇറാൻ. അപ്പോൾ ആ വരുന്ന ഒരു 16,40,895 ചതുരശ്ര കിലോമീറ്ററിന് ഉള്ളിലുള്ള കഥകൾ മാത്രമേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനപ്പുറത്തൊക്കെയുള്ള ചില ഭരണകൂടങ്ങൾ, ഇപ്പോൾ ഇറാഖിൽ ഇപ്പോൾ അമേരിക്ക വിപ്ലവം സദ്ദാം ഹുസൈനെ പുറത്താക്കിയ ശേഷം അവിടെ ഷീ ഭരണകൂടത്തെ തന്നെയാണ് അവരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില ഭരണകൂടം അത് മറ്റു ചില പശ്ചാത്തലങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ ഒരു രാജ്യം 800-ലേറെ വർഷം സുന്നത്ത് ജമാഅത്ത് കൈകാര്യം ചെയ്ത സ്ഥലം എങ്ങനെ ഷിയയിസമായി മാറി എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വിവരണമാണ് നമ്മൾ നൽകി. ഇറാൻ എന്നൊരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോക ഭൂപടത്തിൽ 17-ാം സ്ഥാനവും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ കഴിഞ്ഞാൽ 2-ാം സ്ഥാനവുമാണ് എന്നുള്ളത് ഇറാനിലുള്ളത്. ഈ ഒരു ഭൂപ്രദേശത്ത് എങ്ങനെ ഷിയയിസം വന്നു എന്ന് മാത്രമാണ്. എന്നല്ലാതെ ഷിയയിസം എങ്ങനെ ഉണ്ടായി എന്നത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ മുമ്പുള്ള ഇന്റർവ്യൂവിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശം എങ്ങനെ ഷിയയിസമായി എന്നത് മാത്രമേ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ സബ്ജക്റ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് കേട്ടിട്ട് ഇങ്ങനെയാണ് ഷിയയിസം വന്നത് എന്നാണ് നമ്മൾ പറയുന്നതിന് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചത്. ആദ്യം കാണുന്ന ആൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് ഷിയയിസം എങ്ങനെ വന്നു, ആ ഒരു ആശയം എങ്ങനെ തുടങ്ങിയ അത് താങ്കൾ അതെ അതെ റസിയത്തുൽ ഖമീസും ഖദീർ ഹുമ്മും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെ നമ്മൾ വ്യക്തമായിട്ട് ചെയ്തത്. ഒരു വീഡിയോ മാത്രം 5 ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ഒരു 16,48,195 ചതുരശ്ര കിലോമീറ്ററിന് ഉള്ളിലൊതുങ്ങുന്ന ഇറാൻ എന്ന ഈ രാജ്യത്തിന്റെ രാജ്യങ്ങൾ മൊത്തം ഒരു സുന്നി രാജ്യങ്ങളായിരിക്കെ എങ്ങനെ വന്നു എന്ന് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇപ്പൊ അയൽ രാജ്യങ്ങൾ മൊത്തം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഇറാഖ്. ഇപ്പൊ ഇറാഖ് അവിടെ ഇപ്പോഴാക്കിയതാണ്. അതുവരെ സദ്ദാം ഹുസൈന്റെ കാലഘട്ടത്തിൽ അത് സുന്നി രാഷ്ട്രമായിരുന്നു. അതെ, അത് കഴിഞ്ഞ ശേഷം അമേരിക്ക അതിലൂടെ പുറത്താക്കിയ ശേഷം മാത്രമാണ് അവിടെ ഈ ഭൂരിപക്ഷമുള്ള ഭരണാധികാരികളെ കൊണ്ടുവന്നത്. അതുപോലെ ഇതര രാജ്യത്ത് ഇപ്പോൾ അസർബൈജാനിലും മറ്റുമൊക്കെ ചില ഭരണാധികാരികൾ ചിന്താഗതികളുണ്ട് എന്നേ ഉള്ളൂ. എന്നല്ലാതെ ഔദ്യോഗികമായ ഒരു ഭരണകൂടം ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഔദ്യോഗികമായ ഏക ഭരണം അത് ഇറാനും മാത്രം. ബഹ്റൈനിലേക്ക് ഫുള്ള് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്മ്യൂണിസവും അതുപോലെ കോൺഗ്രസും ഒക്കെ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഷിയിസവും അതുപോലെ തന്നെ ഷുയൂഇയ്യയും. കമ്മ്യൂണിസത്തിന് ഷുയൂഇയ്യ എന്നാണ് അറബിയിൽ പറയുക. ഷുയൂഇയ്യ. ഇതിന് ഷിയ എന്ന് പറയുന്നുവെങ്കിൽ ഷുയൂഇയ്യ എന്നാണ് കമ്മ്യൂണിസത്തെ പറയാനുള്ളത്. ഇത് തമ്മിലുള്ള ഒരു ബന്ധം ബാൽക്കൺ രാജ്യങ്ങളിലും അതുപോലെ തന്നെ താങ്കളിപ്പോൾ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞല്ലോ അൽബേനിയ അടക്കമുള്ള ഈ രാജ്യങ്ങളിലൊക്കെ എങ്ങനെ കമ്മ്യൂണിസം നിലവിൽ വന്നു, അതുപോലെ തന്നെ ഈ ഷിയൂഇയ്യയും ഷിയിസവും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ നമുക്ക് പിന്നീട് ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അൽബേനിയയിലെ വെസ്റ്റേൺ ബാൾക്കൺ യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് എന്താണ്, അതായത് സ്റ്റൈപ്പൻഡുകൾ വാങ്ങിയിട്ട് പഠിക്കുന്ന സമയം പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പഠിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന അബ്രോഡ് എഡ്യൂക്കേഷൻ നടത്തുന്ന നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സർവീസ് ആയിരിക്കും. ഏതായാലും യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. കാരണം 12 വർഷത്തിലധികമായിട്ട് ഇവർ സർവീസ് ചെയ്യുന്നുണ്ട്. 1000-ലധികം സ്റ്റുഡൻറ്റുകൾ ഇതുവരെ ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നമുക്കൊരു അടുത്ത മാസമോ അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അൽബേനിയയിൽ ജൂണിൽ പോകാം. ഏകദേശം ഒരു ജൂൺ 10 നമുക്ക് പോകാം. അവിടെ പോകാം. സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.